നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താൻ എന്താ ഈ ആലോചിക്കുന്നത്? എനിക്ക് ആലോചിക്കാൻ എന്താ ഉള്ളത്? തന്നെ കുറിച്ച് തന്നെ. എന്നെ കുറിച്ചോ? എന്താ എനിക്ക് ആലോചിച്ചൂടെ? എന്താ സംശയം? ഈ ഭൂമിയിൽ എന്നെ കുറിച്ച് ആലോചിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശം തനിക്കല്ലേ? ആണോ? അല്ല, താൻ എന്താ എന്നെ കുറിച്ച് ആലോചിച്ചത്? പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു രസത്തിന് ആപ്പിനോട് ചോദിച്ചു എന്റെ ഭാവിയും ഭൂതവും വർത്തമാനം. ആഹാ, കൊള്ളാലോ. എന്നിട്ട് ഒറ്റ വാക്കിലാ മറുപടി തന്നത്. ഒറ്റ വാക്കിലോ? അതെന്തുവാ? ആദീന്ന്. ഓ, ചുമ്മാ. സത്യം. പിന്നെ അവരൊരു കഥയും എന്നോട് പറഞ്ഞു. കഥയോ? എന്ത് കഥ? നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച്. അതെന്തുവാ? 500 വർഷം മുൻപ് താൻ വിശാഖപട്ടണത്തിലെ ഏതോ ഗ്രാമത്തിലെ ഒരു ഗൗണ്ടറായിരുന്നു. അയ്യോ. അതേടോ, ഏക്കർ കണക്കിന് തോട്ടങ്ങളും കന്നുകാലികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കോടീശ്വരൻ. അടിപൊളി. അല്ല, അപ്പൊ താനോ? അതല്ലേ രസം. തന്റെ ഫാമിലിയിലെ ഒരു ജോലിക്കാരിയായിരുന്നു ഞാൻ. കൊള്ളാലോ. ഇപ്പോഴത്തെ പോലെ തന്നെ. താൻ അന്നും എന്നെ കാര്യങ്ങൾ പ്രേമിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ. പക്ഷെ ഈ ജന്മത്തിലെ പോലെ അല്ല. ആ ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. അതേടോ, പണക്കാരനും പാവപ്പെട്ടവളും പോരാത്തതിന് 2 കുലവും. ആ, എന്ത് കുന്തായാലും നമ്മൾ ഒരുമിച്ചാണ്. താൻ ആ ആപ്പിനോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു. ഇല്ലടോ, അതിനു മുമ്പ് അവരെന്നെ കൊന്നു കളഞ്ഞു. തന്റെ ആളുകള്. എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലേ? ചെയ്തു. എന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? ആര്? നമ്മൾ രണ്ടുപേരും. അല്ലെങ്കിൽ തന്നെ താനില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? മണ്ടത്തരല്ലേ കാണിച്ചത്? പൊന്നും പണവും കോടികളൊക്കെ ഉള്ള താൻ എന്തിനാണ് ഗൗണ്ടറെ ആത്മഹത്യ ചെയ്തത്? പൊന്നും പണവും കോടികൾക്കും മുകളിലല്ലേ അന്നും ഇന്നും താൻ എനിക്ക്. ആണോ? ആദ്യമില്ലെങ്കിൽ പൂജയില്ല, പൂജയില്ലെങ്കിൽ ആദ്യം. ഗൗണ്ടറേ. എന്തോ എന്തിനാണോ വളർത്താൻ? അല്ല, എന്തിനാ വളർത്താൻ? 1-2 പോരെ? പോരാ, മിനിമം 10 വേണം. നമുക്കൊരു ഗോകുലം തന്നെ തീർക്കാടോ. വാതിൽ തുറന്ന ഈ പള്ളിക്കൂടം വിട്ട പോലെ കലബലാന്ന ബഹളമൊക്കെ ഉണ്ടാക്കി പിള്ളേരിങ്ങനെ വന്നോണ്ടിരിക്കണം. ഇത് വട്ട് തന്നെ. എടാ, ഇതിനൊക്കെ കൂടി ആര് ചെലവിന് കൊടുക്കും? വാ കീറിയ ദൈവം ഇരയും തരും. ദൈവത്തിന് അതല്ലേ പണി. എടോ, വിശുദ്ധമായ പ്രണയത്തിന്റെ മുന്നിൽ ദൈവം ആ പണിയും ചെയ്യും. കേട്ടിട്ടില്ലേ? ആകാശത്തിലെ പറവകളെ നോക്കൂ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. അവരുടെ പിള്ളേര് പള്ളിക്കൂടത്തിൽ പഠിക്കുന്നില്ല, അവർക്ക് ഫീസ് കൊടുക്കണ്ട, സ്കൂൾ ബസ്സിന്റെ കാശ് കൊടുക്കണ്ട, യൂണിഫോം വേണ്ട, ടിഫിൻ വേണ്ട, ജോലി കിട്ടാൻ കോഴ കൊടുക്കണ്ട, കെട്ടിച്ചു വിടണ്ട, പ്രസവത്തിന് ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ മുടക്കണ്ട, വീട് വെക്കണ്ട, കാറ് വാങ്ങണ്ട, ലോൺ അടയ്ക്കണ്ട, ചുമ്മാ ആകാശത്ത് പാറി പറന്ന് നടന്നാ പോരെ? അപ്പൊ പിന്നെ 10ഓ 100ഓ പിള്ളേരായ എന്താ കുഴപ്പം? എടോ, നമ്മളിങ്ങനെ നെഗറ്റീവ് ആവരുത് പൂജ. We have to be positive. സ്വപ്നം കാണാൻ ചെലവൊന്നുമില്ലല്ലോ. നോക്കിക്കോ, ഈ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചിരിക്കും. ഒറ്റയ്ക്കെങ്ങ് സാക്ഷാത്കരിച്ചാ മതി. കൂട്ടിന് എന്നെ പിടിക്കണ്ട. കൂട്ടിന് താണില്ലേ പിന്നെ എങ്ങനെയാ? കുഞ്ഞുങ്ങളെ വയറ്റിൽ ചുവന്ന് പ്രസവിക്കാൻ ഞാൻ കടൽ കുതിരയൊന്നുമല്ലല്ലോ. ഈ ചെക്കന് ഒരു നാണവും ഇല്ല. ഞാനെന്തിനാ കാണിക്കുന്നത്? അന്തസ്സായിട്ട് ഒരു താലി തന്റെ കഴുത്തിൽ കെട്ടി തന്നിട്ടില്ലേ? അതിന്റെ ബലത്തിലല്ലേ ഞാൻ ഇങ്ങനെ സ്വപ്നലോകത്തെ ബാലഭാസ്കരനായി ഇങ്ങനെ പറന്ന് നടക്കുന്ന.